ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അത് ഒരു ചെറിയ ചാപ്റ്ററാണ്. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളൂ. അപ്പോൾ അതിൽ വേറെ ഒന്നും ഡിലീറ്റഡ് അല്ല. ഓക്കെ, അതിൽ എല്ലാ എക്സസൈസും ഇൻക്ലൂഡഡ് ആണ്, പ്രത്യേകിച്ചൊന്നും ഡിലീഷൻ ഇല്ല. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നുള്ളത് അറിയണം. ഓക്കെ, പിന്നെ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതുപോലെ തന്നെ സം ടു n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് അറിയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് AP എന്താന്നുള്ളത് നോക്കാം. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ 12, 17, 22. ഓക്കെ, ഇതൊരു AP ആണ്. അത് AP ആണെന്ന് ആവാൻ കാരണം എന്താണ്? ഈ അടുത്ത ടേം കിട്ടാനായിട്ട്, ഓരോ ടേമും കിട്ടാനായിട്ട് ഈ 12ന്റെ ഒപ്പം 7 ആഡ് ചെയ്തപ്പോൾ 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 17 കിട്ടി. 17ന്റെ ഒപ്പം വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടി. ഇനി അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും 5 തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 22 + 5 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേം നമുക്ക് 27 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ AP എന്ന് പറയുന്നത്. അപ്പോൾ ആ ആഡ് ചെയ്യുന്ന നമ്പർ, ഓക്കെ, അതിന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ആ കോമൺ ഡിഫറൻസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തുള്ള ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 17 - 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. അതല്ല 22 - 17 ചെയ്താൽ നമുക്ക് 5 തന്നെ കിട്ടും. ഓക്കെ, അടുത്ത് കിടക്കുന്ന ഏത് ടേംസ് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് മൈനസ് ചെയ്യാം. ഇനി ഇതിലെ ഈ 12, 17, 22 ഇതിനെയൊക്കെ പറയുന്ന പേരാണ് ടേംസ്. ഓക്കെ, ആ APയിൽ നമ്മൾ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. അത് ആ ടേം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതിനാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുക. പൊസിഷനെ നമ്മൾ എപ്പോഴും N ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ടേംസിനെ നമ്മൾ എപ്പോഴും AN എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ താഴെ N എഴുതുന്നതിന്റെ അർത്ഥം, ഇപ്പൊ നമ്മൾ 17 ആണെങ്കിൽ A2 എന്ന് എഴുതും. ഓക്കെ, A2, അതായത് രണ്ടാമത്തെ പൊസിഷനിൽ N = 2 അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ കിടക്കുന്നത് 17 ആണെന്നാണ് നമ്മൾ ഈ എഴുതുന്നതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മളപ്പോൾ ഇതിലുള്ള ഫോർമുല രണ്ടെണ്ണം ഇതാണ്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ AN = A + n - 1 × D. ഓക്കെ, A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അപ്പൊ ഈ കേസിൽ A എന്താണ്? ഇവിടെ എയുടെ വാല്യൂ 12 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം 12 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ അടുത്ത് പറയുകയാണ് ഫൈൻഡ് 11th ടേം എന്ന് പറഞ്ഞെന്ന് വെച്ചോ. ഓക്കെ, ഫൈൻഡ് 11th ടേം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? N-ന് 11 ഇട്ട് കൊടുക്കുക. ഓക്കെ, nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ടേം എന്നാണ്. അപ്പോൾ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ N-നാണ് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ AN, അതായത് നമുക്കപ്പോൾ 11ാമത് കിടക്കുന്ന ടേമിന് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? A11 എന്ന് പറയും. ഓക്കെ, അപ്പോൾ A11ന്റെ വാല്യൂ എന്താണ്? ഈ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ A+, അതായത് 12 + n - 1. n 11 ആണ്. അപ്പോൾ 11 - 1 × D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. അപ്പോൾ നമുക്ക് 12 + 11 - 1 10, 10 × 5. അപ്പോൾ 10 × 5 50, 50 + 12 എന്ന് പറയുമ്പോൾ = 62 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 11th ടേം എന്ന് പറഞ്ഞാൽ 62 ആണെന്നുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്, എപ്പോഴും ഈ ഫോർമുല ബേസ് ചെയ്ത് തന്നെയാണ് ചോദിക്കുന്നത്. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി തരാത്തത് കണ്ടുപിടിക്കുക. ഓക്കെ, അത്ര മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്, ഈ ഫോർമുല യൂസ് ചെയ്തിട്ട്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ഇഫ് 43 ഈസ് എ ടേം. ഓക്കെ, ഈ APയിൽ 43 എന്ന് പറയുന്ന ടേം വരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ടേം ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? AN. നമുക്ക് എവിടെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ N എന്ന് ഇടുന്നത്. ഓക്കെ, ഈ AN 43 ആവാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ANന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, N മാത്രം നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് N കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പോൾ N കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? AN സ്ഥാനത്ത് 43 ഇടുക, = A. അപ്പോൾ 12 + n - 1, അങ്ങനെ തന്നെ
ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, ഈ 12 ഇങ്ങോട്ട് വരും. അപ്പോൾ 43 മൈനസ് 12 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 5. അപ്പോൾ 43 മൈനസ് 12 എന്ന് പറയുമ്പോൾ നമുക്ക് 31 എന്ന് കിട്ടും. ഓക്കെ, 31 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 5 എന്ന് വരും. ഈ 5 ഇൻറ്റു 5 നടക്കുന്ന കാരണം താഴേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. ഓക്കെ, അതായത് 31 ബൈ 5 ഈക്വൽ ടു n മൈനസ് 1 എന്ന് വരും. ഇനി ഈ 31 ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 പോയിന്റ് സംതിങ് എന്നാണ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 6 പോയിന്റ് സംതിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ n ഈക്വൽ ടു, അപ്പോൾ ഈ 1 ഇങ്ങോട്ട് ആഡ് ചെയ്യും, അപ്പോൾ 7 പോയിന്റ് സംതിങ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഡെസിമൽ വന്ന കാരണമുണ്ട്. ഇവിടെ നമുക്കൊരു ഫ്രാക്ഷനാണ് വരുന്നത്. ഓക്കെ, ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു ഫ്രാക്ഷനാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്ക് ഒരിക്കലും എന്നിന് ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ വാല്യൂ കിട്ടില്ല. ഓക്കെ, നമുക്കിപ്പോ ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ എന്നൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. 4.5 നമ്പർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്നിന് ഒരു ഇന്റിജർ വാല്യൂ, ഇന്റിജർ അല്ല, ഒരു നാച്ചുറൽ നമ്പർ വാല്യൂ കിട്ടിയാലാണ് നമുക്ക് അത് ആ ടേം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ 43 എന്ന് പറയുന്നത് ആ എ പിയിൽ പെടുന്ന നമ്പർ അല്ലായിരിക്കും. ഓക്കെ, ഇൻ കേസ് ഇവിടെ എന്നിന് ഡിവൈഡ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇതിപ്പോ ഇവിടെ സപ്പോസ് 30 ആണെങ്കിൽ 30 ബൈ 5 ആണ് വന്നെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 30 ബൈ 5 ആണെങ്കിൽ ഇവിടെ 6 വരും. അപ്പോൾ 6 ഈക്വൽ ടു n മൈനസ് 1, അല്ലെങ്കിൽ 6 പ്ലസ് 1 ഈക്വൽ ടു n എന്ന് വരും. n ഈക്വൽ ടു 7 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തന്ന നമ്പർ 7th പൊസിഷനിലാണെന്ന് പറയാറുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഡെസിമൽ വാല്യൂ വരുന്നതുകൊണ്ട് ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പർ ഉള്ളതുകൊണ്ട് നമുക്കത് പറയാം 43 എന്ന് പറയുന്നത് ഇതിലെ ടേം അല്ലായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സമ്മിന്റെ ഫോർമുലയാണ്. സമ്മിന്റെ ഫോർമുലയും സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എസ് എൻ ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, നേരത്തെ ഉള്ള nth ടേമിന്റെ ഫോർമുലയിലുള്ള സെയിം ടേംസ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് പറയുകയാണ് ഈ എ പിയുടെ സം ടു 6 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ. ഓക്കെ, സം ടു 6 ടേംസ്, ആദ്യത്തെ 6 ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് 12 പ്ലസ് 17 പ്ലസ് 22 പ്ലസ് 27 പ്ലസ് 32 പ്ലസ് 37. ഓക്കെ, ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് എഴുതാം, സം ടു 6 ടേംസിന് നമ്മൾ S6 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈക്വൽ ടു 6 ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു എ, അപ്പൊ 2 ഇൻറ്റു 12 പ്ലസ് n മൈനസ് 1, 6 മൈനസ് 1, അപ്പോൾ 5 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, 2 ഇൻറ്റു 12 24, 24 പ്ലസ് 25, 5 ഇൻറ്റു 5 25. ഓക്കെ, ഇവിടെ 6 ഇൻറ്റുവും കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈക്വൽ ടു 3 ഇൻറ്റു 24 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 49 എന്ന് വരും. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 49, അപ്പോൾ 3 ഇൻറ്റു 9 27, 3 4 12 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 14, 147 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന്റെ 6 ടേംസിന്റെ സമ്മ് 147 ആയിരിക്കും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് സമ്മ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് ആ സമ്മ് കിട്ടാനായിട്ട് എത്ര ടേംസ് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് n ഉണ്ടാവില്ല, പകരം Sn തന്നിട്ടുണ്ടാവും. അപ്പോൾ n തന്നിട്ടില്ലാത്ത കേസസിൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് 147 ആണ് സമ്മും തന്നിട്ടുണ്ട്. ഓക്കെ, Sn ഈക്വൽ ടു 147 എന്ന് തന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് എത്ര ടേംസ് കൂടിയാലാണ് 147 സം വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് n എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എഴുതാം സം ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, 147 ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ നമുക്ക് 24 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു n മൈനസ് 1. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു n 5n മൈനസ് 5 ഇൻറ്റു മൈനസ് 1 മൈനസ് 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, n ബൈ 2 ഇൻറ്റു 24 മൈനസ് 5, 24 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 19 വരും. ഓക്കെ, അപ്പോൾ 19 പ്ലസ് 5n എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 147. അപ്പോൾ 147 ഇൻറ്റു 2 ഈക്വൽ ടു, ഇനി ആ എന്നിനെ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 19 ഇൻറ്റു n പ്ലസ് 5n സ്ക്വയർ. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, ഞാൻ എല്ലാം റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 5n² പ്ലസ് 19n, ഇവിടെ -147 × 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പം എപ്പോഴും അത് ഫാക്ടറൈസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഫോർമുല യൂസ് ചെയ്യുന്നത് അല്പം കൂടി ലെങ്തി ആണ്, പക്ഷെ അത് ചിലപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ കറക്റ്റ് എന്ത് രണ്ട് നമ്പർ എടുക്കേണ്ടതെന്ന് അറിയില്ലാതെ വരുന്ന സിറ്റുവേഷൻ മാത്രമാണ് ഫാക്ടറൈസ് ചെയ്യുന്നതിൽ സമയം കൂടുതൽ എടുക്കുകയുള്ളൂ. പക്ഷേ അത് എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഒന്ന് ഫസ്റ്റ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, ഓക്കെ, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അത് കിട്ടുന്നില്ല എന്ന് കാണുവാണെങ്കിൽ മാത്രം ഫോർമുലയിലേക്ക് പോയാൽ മതി. ഓക്കെ, അത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ ഡയറക്റ്റ് ഫോർമുലയിലേക്ക് പോയിക്കോ. കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളൂ, ബട്ട് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.